ഹായ് വെൽക്കം ബാക്ക് ടു പറഞ്ഞ പാകിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസിൻ്റെ ലൈറ്റ് കാണിക്കാനാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ റേഡിയോയുടെ സ്റ്റേഷൻ പിടിച്ചു വെച്ചിട്ട് അതിൻ്റെ സോങ്ങിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മുടെ ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അത് സോങ്ങിനൊത്ത് ഡാൻസ് ചെയ്യുന്ന കുറേ ലൈറ്റ്സുകൾ നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഉള്ള ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അതേ ലൈറ്റ്സുകൾ കാര്യങ്ങളാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു അസ്വസ്ഥത തോന്നി. പിന്നെ കുറച്ച് പുതുമകൾ കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സോങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഒരു സോങ് മാത്രമായിരുന്നു. ഇപ്പോൾ അത് ഡിഫറൻ്റ് ആയിട്ട് പല പല സോങ്ങുകൾ ഉൾപ്പെടുത്തി. പിന്നെ നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് അല്ല, നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിലൊക്കെ ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിംസുകൾ വെക്കുന്നത് പോലെ ക്രിസ്മസിൻ്റെ ഫ്രെയിംസുകളാണ് അവർ ഉൾപ്പെടുത്തിയത് എന്ന് മാത്രം. പിന്നെ നമ്മൾ സോങ്സിനൊത്തുള്ള ലൈറ്റ് സെറ്റിങ്സ് നമ്മൾ ഉത്സവത്തിന് അങ്ങനെ സെറ്റ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോ ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം ആ ഒരു പുതുമ ഉണ്ട് എന്ന് മാത്രം. പിന്നെ കഴിഞ്ഞ വർഷം ഇതേ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു ഇവിടെ. പിന്നെ കുറച്ച് ലൈറ്റ്സിൽ കുറച്ച് പുതുമകൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത് മാറ്റമൊന്നും, അതായത് പുതിയത് അല്ല, പഴയത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ലൈറ്റ്സുകളിലും കുറച്ച് സംഭവങ്ങളിലും ഒക്കെ ഉള്ളൊരു മാറ്റം വരുത്തിയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ വളരെ മനോഹരമായിട്ടാണ് ഇത്രയും ലൈറ്റ്സുകൾ, എന്തോരം ലൈറ്റ്സുകളാണ്, അത്രയും ലൈറ്റ്സ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഇരുട്ടത്ത് നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ പാട്ടിനൊത്ത് അവിടെ നിന്ന് ലൈറ്റ്സ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. പെട്ടെന്ന് ലൈറ്റ്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി പോകും നമ്മൾ കണ്ടു. നല്ല പുതുമ, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സെറ്റിങ്സാണ്. നമ്മൾ കാറിൽ ഇരുന്ന് തന്നെ കണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്ക് നടന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. നമ്മൾ കാറിൽ ഇരുന്നുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെയാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയറുന്നതിനൊരു ടിക്കറ്റ് ഫീസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അവരൊരു സ്റ്റേഷൻ പിടിച്ച് വെച്ചിട്ട് നമ്മൾ കാണും, കാഴ്ചകൾ കണ്ട് തിരിച്ചിറങ്ങാം. അങ്ങനെ ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് നേരത്തെ ലൈറ്റ്സുകൾ കുറച്ച് നേരം കാണാനായിട്ടുണ്ട്. പക്ഷെ എല്ലാം വളരെ മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഞാനിതിൻ്റെ അകത്ത് ആ റേഡിയോ സ്റ്റേഷനിൽ പിടിച്ച് വെച്ചിരിക്കുന്ന ആ പാട്ട് തന്നെയാണ്, ഒറിജിനലായിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് അതിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾക്ക് ആ സൗണ്ടിനൊത്ത് ആ ഒരു ലൈറ്റ്സിൻ്റെ ആ ഒരു ഡാൻസിന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് മാത്രം അത് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അത് കോപ്പിറൈറ്റ് വരുമ്പോഴത്തേക്ക് കട്ടായി എൻ്റെ സൗണ്ട് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അതുവരെയും ഈ പാട്ട് കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത് ഞാൻ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഈ കുറച്ച് വിശേഷങ്ങൾ ക്രിസ്മസിനുമായിട്ടനുബന്ധിച്ച് പറയാനും കാണിക്കാനും ഉള്ളത് കൊണ്ട് ഞാൻ ഈ ലൈറ്റ്സ് ഇപ്പോഴേ ഇടുന്നു എന്ന് മാത്രം. ഇത് ഇങ്ങനെ ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ ലൈറ്റ് ഷോകളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് വരാൻ, അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രം വന്നതെന്ന് മാത്രം. അതിന് മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ വേറെ സ്ഥലങ്ങളിലാണ് ലൈറ്റ് കാണാൻ പോയത്. പക്ഷെ അതൊന്നും എനിക്ക് അത്രത്തോളം ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ഇവിടുത്തെ സെൻറ് ലൂയിസിൽ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ള ലൈറ്റ്സ്. അതാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഇട്ടത്. കഴിഞ്ഞ വർഷവും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സെയിം വീഡിയോ. സെയിം അല്ല, കഴിഞ്ഞ വർഷത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇനി വേറെ കുറച്ച് പുതിയ വീഡിയോസുകളുമായിട്ടൊക്കെ വരാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഹാലോവീൻ്റെ ഡെക്കറേഷൻസുകൾ, ഹാലോവീൻ്റെ ലൈറ്റുകൾ, ഇതെല്ലാം നമ്മൾ വീടുകളിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഹാലോവീൻ്റെ ചെയ്തതുപോലെ തന്നെ വീടുകളിലെല്ലാം ക്രിസ്മസിൻ്റെത് അതുക്ക് മേലെ ഭയങ്കര ഗംഭീരമായിട്ടായിരിക്കും ക്രിസ്മസിൻ്റെ ലൈറ്റ് സെറ്റിങ്സ് വീടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷവും വീടിൻ്റെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, വീടുകളിൽ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന രീതികളൊക്കെ. അപ്പോൾ ഇപ്രാവശ്യവും അതൊക്കെ നല്ലതുപോലത്തെ വീഡിയോസുകൾ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാം. അപ്പോൾ ഈ ലൈറ്റ്സ് എല്ലാം ഞാൻ ഒരു സോങ്ങിൻ്റെ ഫുൾ അങ്ങനെ എടുത്തില്ല, ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.